ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനായിയുടെ സംസ്കാര ചടങ്ങുകൾ ജൂലൈ 3 ടെഹ്റാനിൽ ആരംഭിച്ചു. ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇറാനിലെ 5 പ്രധാനപ്പെട്ട നഗരങ്ങളിലൂടെ കടന്നുപോകും. ദേശീയപാത നിറഞ്ഞു കവിഞ്ഞാണ് വിലാപയാത്ര മുമ്പോട്ട് നീങ്ങുന്നത്. ഉറക്ക നിലവിളിക്കാത്തവരായി ഈ ജനസമുദ്രത്തിൽ ആരെയും നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഒരു മടിയുമില്ല. അന്ത്യയാത്ര കടന്നുപോകുന്ന റോഡുകൾക്ക് ഇരുവശത്തുമായി ട്രംപിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിനരികിലെത്തുമ്പോൾ കരുതി വച്ചിരുന്ന ചെറിയ കല്ലുകൾ ചിത്രത്തിനു നേരെ വലിച്ചെറിയുന്നു. ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കുന്നവർ പിശാചിനെ ഓടിക്കാനായി ഇങ്ങനെ കല്ലുകൾ എറിയാറുണ്ട്. കൊല്ലുക എന്നെഴുതിയ ട്രംപിന്റെ ചിത്രവും പലരും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ട്രംപിനെ വധിക്കുന്നവർക്ക് ഭീമമായ സാമ്പത്തിക സഹായമാണ് ചിലർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ജനപിന്തുണ ഉറപ്പിക്കലാണ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം എന്ന് വിമർശിക്കുന്നവരുമുണ്ട്. വലേറിയൻ ബലോഗൻ എന്ന അമേരിക്കൻ ഫുട്ബോൾ താരം തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ അമേരിക്കയ്ക്കു വേണ്ടി കളത്തിലിറങ്ങി. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന മത്സരത്തിൽ ഫൗൾ കാണിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് റഫറി ചുവന്ന കാർഡ് നൽകിയിരുന്നു. എതിർ ടീമിലെ ഡിഫൻഡറുടെ കാലിൽ ബലോഗൻ ചവിട്ടുന്നതായി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായതിനെ തുടർന്നായിരുന്നു ഈ ശിക്ഷാ നടപടി. റെഡ് കാർഡ് ലഭിക്കുന്ന ആളിനെ അപ്പോൾ തന്നെ പുറത്താക്കുകയും ശേഷിക്കുന്ന സമയം 10 പേരുമായി ടീം കളിക്കുകയും വേണം എന്നാണ് നിയമം. പിന്നീടുള്ള മാച്ചുകളിലും ഈ വിലക്ക് തുടരും. ഈ വിഷയത്തിൽ ഫിഫയുടെ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. എന്നാൽ ഈ സംഭവത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫിഫയുടെ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിക്കുകയും ചുവന്ന കാർഡ് ലഭിച്ച താരത്തിന് തിങ്കളാഴ്ചയിലെ മത്സരത്തിൽ പങ്കെടുക്കാൻ അനുമതി ലഭിക്കുകയും ചെയ്തു. ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നത്. ഭാരതത്തിന്റെ അഭിമാന സ്തംഭമാണ് അയോധ്യയിലെ രാമക്ഷേത്രം. ദീർഘകാലം തർക്കഭൂമിയായിരുന്ന സ്ഥലത്താണ് മനോഹരമായ ഈ ക്ഷേത്രം പണിതുയർത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ പരിഹരിച്ച് ഭക്തന്മാർക്കായി ഈ ക്ഷേത്രം തുറന്നു കൊടുക്കാൻ കഴിഞ്ഞത് വലിയ ഒരു നേട്ടമായി ഭാവി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തും. എന്നാൽ അവിടെ നടന്നു എന്ന് പറയപ്പെടുന്ന മോഷണങ്ങൾ ഭക്തന്മാർക്കു മാത്രമല്ല എല്ലാ ഭാരതീയർക്കും അപമാനമുണ്ടാക്കുന്ന കാര്യമാണ്. സന്തോഷത്തോടെ ഭക്തന്മാർ ഭഗവാന് സമർപ്പിച്ച സ്വർണം പോലെ വിലപിടിപ്പുള്ള വസ്തുക്കളും പണവും അമ്പലവുമായി അടുത്തു ബന്ധമുള്ളവർ തന്നെ അടിച്ചു മാറ്റി എന്നാണ് കേസ്. ഭക്തരുടെ നേർച്ചകൾക്കും കാഴ്ചകൾക്കും രസീത് നൽകാറില്ല. തന്മൂലം കൊള്ളയുടെ മൂല്യം നിർണയിക്കാൻ വിശ്വസനീയമായ മാർഗങ്ങളില്ല. കള്ളന്മാർ സമാഹരിച്ച സമ്പത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നഷ്ടം തിട്ടപ്പെടുത്തുക. കൊള്ള നടക്കുന്നത് അറിയാൻ വൈകിയെങ്കിലും അന്വേഷണം പോലീസിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് സ്വാഗതം ചെയ്യപ്പെടേണ്ട നടപടിയാണ്. തിങ്കളാഴ്ച ക്യൂബയിലുടനീളം വൈദ്യുതി തടസ്സപ്പെട്ടു. ഈ രാജ്യത്തിന് എണ്ണ നൽകുന്നതിൽ അമേരിക്ക ഏർപ്പെടുത്തിയ പ്രതിരോധമാണ് ക്യൂബയുടെ ഊർജ പ്രതിസന്ധിയുടെ പ്രധാന കാരണം. അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഇതിനകം ധാരാളം ചർച്ചകൾ നടത്തി. ഒന്നും തന്നെ വിജയിച്ചില്ല. ക്യൂബ കമ്മ്യൂണിസ്റ്റ് രീതികൾ ഉപേക്ഷിച്ചാൽ
സാമ്പത്തിക സഹായം നൽകാമെന്നാണ് അമേരിക്കയുടെ വാഗ്ദാനം. ക്യൂബയുടെ പരമാധികാരം അമേരിക്കയ്ക്ക് കൈമാറണം എന്നാണ് പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെടുന്നത്. സമ്പൂർണമായ ഒരു കീഴടങ്ങലിന് ക്യൂബ തയ്യാറാകുന്നില്ല. തന്നെയുമല്ല, റഷ്യയും ചൈനയുമായുള്ള ബന്ധങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കാനും ക്യൂബയ്ക്ക് താൽപ്പര്യമില്ല. അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം മൂലം ക്യൂബയ്ക്ക് സഹായമെത്തിക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. വെനസ്വേലയുടെ ഭരണം അമേരിക്ക ഏറ്റെടുത്തതിനെ തുടർന്ന് ആ രാജ്യത്തു നിന്നുമുള്ള എണ്ണവരവ് പൂർണ്ണമായും നിലച്ചു. ക്യൂബയുടെ വംശഹത്യയാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്നാണ് ക്യൂബയുടെ ഭരണാധികാരികൾ ആരോപിക്കുന്നത്. തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ 2 ദിവസം നീണ്ടുനിന്ന നാറ്റോ ഉച്ചകോടി സമ്മേളനം നടന്നത് ഈ ആഴ്ചയിലാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് അടക്കം നാറ്റോയുടെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ നാറ്റോയിലെ അംഗങ്ങൾ അമേരിക്കയെ സഹായിക്കുന്നില്ല എന്ന പരാതി ട്രംപ് ആവർത്തിച്ചു. എന്നാൽ ഇറ്റലി, ജർമ്മനി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇത് നാറ്റോയുടെ യുദ്ധമല്ല എന്ന നിലപാട് സ്വീകരിച്ചു. റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനെ സഹായിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. അധികാരത്തിലെത്തിയാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. ഇറാൻ തെമ്മാടികളുടെ രാജ്യമാണെന്നും അവരുമായി ചർച്ചകൾ നടത്തുന്നതിലൂടെ സമയം പാഴാക്കുകയാണെന്നും അതുകൊണ്ട് വെടിനിർത്തൽ അവസാനിപ്പിക്കുന്നു എന്നുമായിരുന്നു ട്രംപിൻ്റെ മറ്റൊരു പ്രഖ്യാപനം. ഈ പ്രഖ്യാപനത്തെ തുടർന്ന് ഇറാനെതിരെ ശക്തമായ ആക്രമണം ആരംഭിച്ചു. അന്തരിച്ച പരമോന്നത നേതാവിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിലും അമേരിക്ക ഇറാൻ ആക്രമണങ്ങൾ തുടരുന്നു. നിർദ്ദിഷ്ട കപ്പൽച്ചാലിൽ നിന്നും വ്യതിചലിച്ച് സഞ്ചരിച്ച 3 വ്യാപാര കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു. മുന്നറിയിപ്പുകൾ അവഗണിച്ചതുകൊണ്ടാണ് സൈനിക നടപടികൾ വേണ്ടി വന്നത് എന്നാണ് ഇറാൻ്റെ വിശദീകരണം. ഇറാൻ്റെ 80 കേന്ദ്രങ്ങൾക്കെതിരെ പ്രത്യാക്രമണം നടത്തി എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ബഹ്റിൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ് ഇറാൻ പ്രതികരിച്ചത്. പരസ്യമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും തൊട്ടടുത്ത ദിവസം അത് ലംഘിക്കുകയും ചെയ്യുക എന്നത് ഈ 2 രാജ്യങ്ങളും ഒരു പതിവാക്കിയിരിക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില കുറഞ്ഞു തുടങ്ങിയതാണ്. ഇരുകൂട്ടരും പരസ്പരം ആക്രമിച്ചതിനെ തുടർന്ന് യുദ്ധം മടങ്ങി വന്നിരിക്കുകയാണ്. ചർച്ചകളിലൂടെ അവസാനിപ്പിച്ചു എന്നവകാശപ്പെടുന്ന ദുരിതങ്ങളും മടങ്ങിയെത്തി. ലോകത്തെ അലട്ടുന്ന ഒരു പ്രശ്നങ്ങളിലും തീരുമാനമെടുക്കാൻ കഴിഞ്ഞ ആഴ്ചയിൽ തുർക്കിയിൽ സമാപിച്ച നാറ്റോ ഉച്ചകോടിക്ക് കഴിഞ്ഞതായി തോന്നുന്നില്ല. എന്നാൽ തുർക്കിയുമായി ആയുധ വിൽപ്പനയ്ക്ക് കരാർ ഉറപ്പിച്ചിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് നാട്ടിലേക്ക് മടങ്ങിപ്പോയത്. റഷ്യൻ നിർമ്മിത S-400 എന്ന യുദ്ധവിമാനം വാങ്ങാൻ തുർക്കി റഷ്യയുമായി കരാർ ഒപ്പുവെച്ചത് 2020-ലാണ്. അന്നു മുതൽ തുർക്കിയുമായുള്ള ആയുധ വിൽപ്പന അമേരിക്ക നിർത്തിവച്ചിരിക്കുകയായിരുന്നു. റഷ്യയുടെ ഈ വിമാനം ഇന്ത്യ വാങ്ങിയപ്പോഴും ഇങ്ങനെ ഒരു നിരോധനം അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു. തുർക്കിയുടെ മേലുള്ള നിരോധനം മാറ്റാനും അമേരിക്കയുടെ F-35 എന്ന വിമാനം വിൽക്കാനും ആലോചിക്കുന്നതായി നാറ്റോ ഉച്ചകോടി കഴിഞ്ഞു മടങ്ങുമ്പോൾ ട്രംപ് വെളിപ്പെടുത്തി. പാകിസ്ഥാനുമായി നല്ല ബന്ധം പുലർത്തുന്ന തുർക്കിക്ക് ഈ വിമാനം കൈമാറുന്നതിനോട് ഇന്ത്യക്ക് യോജിപ്പില്ല. അതുപോലെ തന്നെ തങ്ങളുടെ ശത്രുക്കളെ പിന്തുണയ്ക്കുന്ന തുർക്കിക്ക്
ഈ വിമാനം ലഭിക്കുന്നതിനെ ആശങ്കയോടെയാണ് ഇസ്രായേൽ കാണുന്നത്. മൊസാംബിക്, ടാൻസാനിയ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ HIV അഥവാ എയ്ഡ്സ് രോഗം പടർന്നു പിടിക്കാതിരിക്കുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ്. ഈ മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒട്ടുമിക്ക ഏജൻസികൾക്കും സാമ്പത്തിക സഹായം നൽകുന്നത് അമേരിക്കയാണ്. നേരത്തെ ആരംഭിച്ച പല പ്രോജക്റ്റുകളുടെയും കാലാവധി ഒക്ടോബറിൽ അവസാനിക്കും. ഈ പ്രോജക്റ്റുകളുടെ സാമ്പത്തിക സഹായം തുടരാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2002 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ രോഗബാധ പ്രതിരോധിക്കുന്നതിനുള്ള പ്രോജക്റ്റുകൾ അമേരിക്ക ആരംഭിച്ചത്. ലോകത്തിലെ സമ്പന്ന രാജ്യം എന്ന നിലയിൽ രോഗവും ദാരിദ്ര്യവും മൂലം ക്ലേശിക്കുന്ന രാജ്യങ്ങളോടുള്ള കടമ നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ നടപടി. അമേരിക്കയ്ക്കു പുറത്തുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുക എന്നതാണ് ഇപ്പോഴത്തെ നയം. മാനവരാശിയെ വേട്ടയാടുന്ന ഈ രോഗങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ നിന്നുള്ള പിന്മാറ്റം അധാർമികമായ ഒരു നടപടിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഇടപെടലിലൂടെയാണ് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചത്. ഇവിടെ വെടിനിർത്തൽ ഒരു തുടക്കം മാത്രമായിരുന്നു. ഗാസയിൽ നിന്നും ഇസ്രായേൽ പിന്മാറും, ഹമാസ് ഗാസയുടെ ഭരണത്തിൽ നിന്നും പിന്മാറും, ഗാസ നഗരം പുതുക്കിപ്പണിയും തുടങ്ങി 3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ രേഖയിൽ ഒപ്പുവെച്ചത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇസ്രായേൽ പാലസ്തീനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. തീവ്രവാദികൾ എന്ന് മുദ്രകുത്തി പലരെയും വധിച്ചു. മഞ്ഞ രേഖയിലേക്ക് മടങ്ങണം എന്ന നിർദ്ദേശവും ഇസ്രായേൽ പാലിച്ചിട്ടില്ല. കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഭരണത്തിൽ നിന്നും രാജിവെച്ചതായി കഴിഞ്ഞ ദിവസം ഹമാസ് അറിയിച്ചു. നിരായുധീകരണം എന്ന വ്യവസ്ഥ പാലിക്കാൻ ഇവരും തയ്യാറായിട്ടില്ല. ഇസ്രായേലിന്റെ ആക്രമണം ഭയന്ന് സ്വന്തം നാടുപേക്ഷിക്കേണ്ടി വന്ന ഗാസ നിവാസികൾ ഇപ്പോഴും താത്കാലിക ക്യാമ്പുകളിലാണ്. വെടിനിർത്തൽ കരാർ ഒപ്പിട്ടപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് ലോകം പ്രതീക്ഷിച്ചത്. ഉക്രൈനിന് കൂടുതൽ സഹായം നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വാഗ്ദാനം ചെയ്തത് ചൊവ്വാഴ്ചയാണ്. വ്യാഴാഴ്ച തന്നെ ഉക്രൈൻ റഷ്യക്കെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തി. ഈ ആക്രമണത്തിൽ റഷ്യയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. എണ്ണ സംഭരണശാലകളിൽ വൻ തീപിടുത്തമുണ്ടായി. ഇപ്പോൾ തന്നെ റഷ്യ വലിയ ഊർജ പ്രതിസന്ധിയിലാണ്. ഈ ആക്രമണത്തോടെ റഷ്യയ്ക്ക് എണ്ണയുൽപാദനം വൻതോതിൽ കുറയ്ക്കേണ്ടി വരും എന്നാണ് വിദഗ്ധന്മാർ വിലയിരുത്തുന്നത്. എണ്ണ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം കൊണ്ടാണ് റഷ്യയ്ക്ക് ഉക്രൈനെതിരെയുള്ള യുദ്ധം തുടരാൻ കഴിയുന്നത്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നേരത്തെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചിരുന്നു. മറ്റു രാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നത് ഉപരോധത്തിലൂടെയും തടഞ്ഞു. ചൈന മാത്രമാണ് ഈ ഉപരോധം അവഗണിച്ച് റഷ്യയുമായി എണ്ണ വ്യാപാരം നടത്തുന്നത്. ഉപരോധം പേടിച്ചാണ് ഇന്ത്യ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം അവസാനിപ്പിച്ചത്. എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ഉക്രൈനിന്റെ ആക്രമണങ്ങൾ റഷ്യയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.